ഈ ഒരു വീഡിയോയിൽ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന അൺസ്റ്റിച്ച്ഡ് സ്യൂട്ട്സ് ആണ്. അതിലൊരു ഡിസൈൻ വന്നിരിക്കുന്നത് ചന്തേരി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്നത്. അതും കലംകാരി ഡിസൈനും അതിൽ കാന്ത വർക്ക് ഒക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ്. അതിൽ 4 കളേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ സിംഗിൾ ആയിട്ടുള്ള ഡിസൈനാണ് കാണുന്നത്. ഇതിലെല്ലാം ഒറ്റ സിംഗിൾ ഡിസൈൻ ഇൻ സിംഗിൾ കളറായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ 2-3-4 പാറ്റേൺസും ഉണ്ട്. ഇതെല്ലാം യൂണീക്ക് ആയിട്ടുള്ള പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന കളക്ഷനാണ് ഒരു ഡിസൈൻ നമ്മൾ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു പാറ്റേൺ കാണാം. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ആണല്ലോ നല്ലൊരു റേഞ്ചിലാണ് ഈ ഒരു ഡിസൈൻസ് വന്നേക്കുന്നത്. 1849 റേഞ്ചിൽ തീർച്ചയായിട്ടും നല്ല ഭംഗിയുള്ള സെറ്റാണ്. ഇതുപോലെ വരും ഇതിൻ്റെ പാറ്റേൺ. അതിൽ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നൊരു ഡസ്റ്റി ടർക്കോയിസ് കളർ. അതിലേക്ക് ആ ഒരു ഫ്ലോറൽ പാറ്റേൺ കണ്ടോ, ഇതിൻ്റെ തന്നെ ഒരു കോമ്പിനേഷൻ ഷെയ്ഡിൽ തന്നെ 1 ടോൺ ഡാർക്കറായിട്ട് ഓൾ ഓവർ ആ ഒരു പ്രിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്, ഡിജിറ്റൽ പ്രിൻസ് ആയിട്ട്. പിന്നെ കലങ്കാരിയുടെ പാറ്റേണിലുള്ള പ്രിൻറ്റ് ഡിജിറ്റൽ പ്രിൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഫാബ്രിക്കാണ് യോക്കിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കാന്ത വർക്കും ഇടയ്ക്കൊരു ചെറിയ സീക്വൻസ് വർക്കും കൂടെ. അങ്ങനെയാണ് യോക്ക് ഹൈലൈറ്റ് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ അതേപോലെ ഹെം ലൈനിലോട്ടും ബോർഡർ കൊടുത്തിട്ടുണ്ട്. ആ ബോർഡറും അതേ പാറ്റേണിൽ തന്നെ വരും. ഒരു കോൺട്രാസ്റ്റ് കോമ്പിനേഷനിൽ കാന്ത സ്റ്റിച്ചസും വരുന്നുണ്ട്, സീക്വൻസ് വർക്കും ബാക്കിലും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ നെക്കിൽ പാറ്റേണോ അതുപോലെ സ്ലീവ്സിലോട്ടോ ഒക്കെ കൊടുത്ത് ഡിസൈൻ ചെയ്യാം സ്റ്റിച്ച് ചെയ്യുമ്പം. പിന്നെ ബാക്ക് സൈഡിലോട്ട് അതേപോലെ തന്നെ സെയിം വരുന്നുണ്ട്. പിന്നെ സ്ലീവിന് എക്സ്ട്രാ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബാക്ക് സൈഡിലായിട്ട് കൊടുത്തേക്കുന്ന സ്ലീവ്സിലോ അല്ലെങ്കിൽ നമുക്ക് ഈവൻ സ്ലിറ്റിൻ്റെ സൈഡിലോ ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ടോപ്പിൻ്റെ ഡിസൈൻ. ദുപ്പട്ട നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്. ഇപ്പം മെറ്റീരിയൽ ആണെങ്കിലും ഒരു സെമി ചന്തേരി ഫാബ്രിക്കാണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല ഫ്ലോയി ആണ്. നല്ല മെറ്റീരിയലാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിലോട്ട് വന്നേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോഴും ഈ സെയിം മെറ്റീരിയൽ തന്നെയാണ്. കുറച്ചുകൂടെ തിന്നാണ്, അതുകൊണ്ട് കുറച്ചുകൂടെ ഫ്ലോയി ആണ്. അതിലും ഫ്ലോറൽ പാറ്റേൺ വരുന്നുണ്ട്. എല്ലാ ഫ്ലവേഴ്സും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കാന്ത വർക്ക് വന്നിട്ടുണ്ട്. ഹാൻഡ് വർക്കാണ് കാന്ത വർക്ക് ഫുള്ളായിട്ടിൽ വന്നേക്കുന്നത്. സീക്വൻസും കൊടുത്തിട്ടുണ്ട്, ഫ്ലവേഴ്സും അതുപോലെ തന്നെ ബോർഡർ വരുന്നുണ്ട്, അതും ഹൈലൈറ്റ് ചെയ്ത് വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ടാസൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ടാസൽസ്. നല്ല ഭംഗിയുള്ള സെൽഫായിട്ടുള്ള ഫാബ്രിക് തന്നെ ചെയ്തെടുത്തിരിക്കുന്ന ടാസൽസ്. പിന്നെ ബോട്ടം ഇതിൻ്റെ വന്നിട്ടുള്ള ഷാൻഡൂൺ. നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ്. ഓവറോൾ ഡിസൈൻ ഇതുപോലെ വരും. ഇനി ഇതിൽ അടുത്ത കളേഴ്സ് നമുക്കൊന്ന് നോക്കാം. അടുത്ത ഷെയ്ഡ് ഇതിൻ്റെ വരുന്നത് ഹെദർ പേർപ്പിൾ ടോണിൽ വരും. അപ്പോൾ ഇതിലോട്ട് യോക്കിലോട്ടൊക്കെ ഓരോന്നിനും കളേഴ്സ് കുറേശ്ശെ വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിന് മാച്ച് ചെയ്യുന്ന പോലെയാണ് യോക്കിലോട്ട് കളർ കൊടുത്തിരിക്കുന്നത്. ഈവൻ ആ ഹെം ലൈനിലോട്ട് വന്നേക്കുന്നതെല്ലാം അതിന് മാച്ച് ചെയ്യുന്ന പോലെ കളേഴ്സാണ് ചൂസ് ചെയ്തേക്കുന്നത്. ദുപ്പട്ടയും അതേപോലെ തന്നെ ദുപ്പട്ട വരും. പിന്നെ ബോട്ടം. അടുത്ത ഷെയ്ഡിൽ വരുന്നത് മാവ് ഷെയ്ഡാണ്. ഇതിലോട്ടൊരു പീച്ചാണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത്. ദുപ്പട്ട, ബോട്ടം. ഇനി ഇതിൽ ലാസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്ന ഒരു ഒലീവ് ഗ്രീൻ കളറിലോട്ടാണ്. അതിലോട്ടൊരു പിങ്കിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡാണ് കോമ്പിനേഷൻ വരുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ട് ഈ ഒലീവ് ഗ്രീൻ ഷെയ്ഡും. ദുപ്പട്ട, ബോട്ടം. ഇങ്ങനെ 4 കളേഴ്സ് ഈ ഒരു ഡിസൈനിൽ അവൈലബിൾ ആണ്. റേറ്റ് ഞാൻ പറഞ്ഞായിരുന്നു 1849 റേഞ്ചിലായിട്ട് ഇത് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള സെറ്റാണ്. അടുത്ത് നമ്മളിനി കാണാൻ പോകുന്നത് ഡിസൈനർ കളക്ഷനാണ്. പ്രീമിയം കളക്ഷനായിട്ട് വന്നേക്കുന്ന പ്രീമിയം കാറ്റഗറിയിൽ വരുന്നതാണ്. ഇതെല്ലാം ഫാബ്രിക് വന്നേക്കുന്നത് പ്യുവർ കോട്ടൺ ആണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പ്യുവർ കോട്ടൺ. ഇതിൻ്റെ ഷെയ്ഡ് വന്നേക്കുന്നത് ഓഫ് വൈറ്റ് ആണ്. പിന്നെ അതിലുള്ള ബൂട്ടാസ് എല്ലാം വീവ് ചെയ്തേക്കുന്നതാണ്. ബ്ലാക്ക് കളറിൽ പോൾക്ക ഡോട്ട് പോലെ ബൂട്ടാസ് വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് വീവ് ചെയ്തിട്ട് യോക്കിലോട്ട് സെൽഫായിട്ട് ഫാബ്രിക് വെച്ചിട്ട് അതിലോട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുകയാണ്. കോമ്പിനേഷൻ ഇതിനോട് ചേരുന്ന പോലെ തന്നെ മെറൂൺ ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷൻ കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ ആ ഒരു ഹെം ലൈനിലോട്ട് കണ്ടോ ഫ്ലവേഴ്സ് വന്നിരിക്കുന്നതൊക്കെ വീവ് ചെയ്തിരിക്കുന്നതാണ്. ജക്കേർഡ് വീവിങ് ആണ് വരുന്നത്. എന്താ വന്നിട്ട് അതിലുള്ള ഫ്ലവേഴ്സൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് വർക്ക്, ചെറിയ ബീഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും എൻഡിൽ ബോർഡറും വരുന്നുണ്ട്. പിന്നെ അടുത്തത് ഇതിൻ്റെ സ്ലീവ്സ് ആണ്. സ്ലീവ്സ് അഡീഷണൽ ആയിട്ടാണ് വന്നേക്കുന്നത്. ബാക്കിൽ ഒരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ. ഇത് ബാക്ക് സൈഡിലുള്ള ബോർഡറാണ്. ബാക്ക് ഫുള്ള് പ്ലെയിൻ വന്നിട്ട് ബോർഡർ വരുന്നു. പിന്നെ സ്ലീവ്സ് ഫുള്ളായിട്ട് ഈ ഫ്ലോറൽ പാറ്റേണും പോൾക്ക ഡോട്ട്സും കൂടെ ആയിട്ടുള്ള ജക്കേർഡ് വീവിങ് വന്നിട്ട് ഫ്ലോറൽ പാറ്റേണെല്ലാം ചെറിയ ബൂട്ടാസ് ആയിട്ട് കൊടുത്തേക്കുക സ്ലീവിലോട്ട്. പിന്നെ എൻഡിലോട്ട് ബോർഡറും വരുന്നുണ്ട്. അതും ബോർഡറും എല്ലാം വീവ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ടോപ്പിൻ്റെ പാറ്റേൺ. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനായിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോഴും ദുപ്പട്ട വന്നേക്കുന്നതും സെയിം ആ സോഫ്റ്റ് കോട്ടണിൽ തന്നെയാണ്. പിന്നെ ആ നമ്മൾ സ്ലീവ്സിലോട്ട് കണ്ട പോലെയുള്ള ബൂട്ടാസും
കൊടുത്തിട്ടുണ്ട്. പോൾക്ക ഡോട്ടും എല്ലാം വീവ് ചെയ്ത് തന്നെ എടുത്തിട്ട് ചുറ്റും ആ ഒരു ബോർഡറും എല്ലാം വീവ് ചെയ്ത് ദുപ്പട്ടയിലോട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ബോട്ടം വരുമ്പം പ്യുവർ കോട്ടണിൽ. ഇതാണ് പാറ്റേൺ. അതുപോലെ ഫാബ്രിക് ആണെങ്കിലും ഇതിൽ എക്സ്ട്രാ അവൈലബിൾ ആണ്. നമുക്ക് ഒരു പ്ലസ് സൈസിനൊക്കെ ഉപയോഗിക്കാവുന്ന പോലെ മെറ്റീരിയൽ ഉണ്ട്. പിന്നെ ഇതിൽ തന്നെ അടുത്ത ഡിസൈനാണ്. ഇതുപോലെ വരും, നല്ല ക്ലാസി ആയിട്ടുണ്ട്. ഇതിലോട്ട് വരുമ്പോഴത്തേക്കും ഫുൾ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് യോക്കിലോട്ടൊരു വീവിങ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഹൈലൈറ്റ് ചെയ്ത് വർക്ക് വരുന്നുണ്ട്. പിന്നെ സൈഡിലോട്ടൊക്കെ ഫ്ലവേഴ്സും ഹൈലൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ ഒരു വലിയ മോട്ടീവ് പാറ്റേണിലുള്ള വീവിങ്ങും ഹെം ലൈനിലോട്ടൊക്കെ ആ ഫ്ലോറൽ ഡിസൈനൊക്കെ ആ ബോർഡറൊക്കെ ഹൈലൈറ്റ് ചെയ്ത് ഹാൻഡ് വർക്കായിട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതേപോലെ ബാക്ക് സൈഡിലോട്ടും ബോർഡർ വരുന്നുണ്ട് ഹെം ലൈനിലായിട്ട്. പിന്നെ അടുത്ത ഇതിൻ്റെ സ്ലീവ്സ് ആണ്. സ്ലീവ്സ് പ്ലെയിൻ ആയിട്ട് കൊടുത്തിട്ട് ബോർഡർ വരുന്നു. അങ്ങനെയാണ് ഇത് സ്ലീവ്സ് അഡീഷണൽ ആയിട്ട് വന്നേക്കുന്നത്. പിന്നെ അടുത്ത ഇതിൻ്റെ ദുപ്പട്ട ഇത് ഫുള്ളായിട്ട് വീവ് ചെയ്ത് വന്നേക്കുന്നതാണ്. അപ്പം അതും മെറ്റീരിയലാണെങ്കിൽ നല്ല സോഫ്റ്റാണ്, നല്ലപോലെ ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ്. അതിലോട്ട് ആ ഫ്ലോറൽ പാറ്റേൺ വന്നേക്കാണ് വീവ് ചെയ്ത് ജക്കോർഡ് വീവിങ് ആയിട്ട് വന്നിട്ട് ചുറ്റും ബോർഡറും ഒക്കെ ആയിട്ട് ഫിനിഷ് ചെയ്ത് വന്നേക്കുന്നതാണ്. എൻഡിലോട്ട് ടാസൽസും വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട് ദുപ്പട്ട. ബോട്ടം ഇതിൻ്റെ വന്നിട്ടുള്ളത് ഓഫ് വൈറ്റ് കളറിൽ തന്നെ പ്യുവർ കോട്ടണിലായിട്ടാണ് ബോട്ടം പെയർ ചെയ്യുന്നത്. അടുത്ത് നമ്മൾ കാണുന്നത് പ്രീമിയം കാറ്റഗറിയിൽ തന്നെ വരുന്ന ലിനൻ കോട്ടൺ, നല്ല പ്യുവർ ലിനൻ കോട്ടണിൽ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഡിജിറ്റൽ പ്രിൻസും ഉണ്ട്. നല്ലൊരു ബേബി പിങ്ക് കളറിലാണ് ഡിജിറ്റൽ പ്രിൻസ്, ഫ്ലോറൽ പാറ്റേൺ ഇടയ്ക്കൂടെ എല്ലാം ഫുള്ളായിട്ട് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ഈ വീവിങ് ആണ്, ജക്വേർഡ് വീവിങ് തന്നെ ഇങ്ങനെ ഒരു ക്രീം കളറിലോട്ട് ഇങ്ങനെ ഒരു ഫ്ലോറൽ പാറ്റേൺ പോലെ കൊടുത്തിരിക്കുകയാണ്. പിന്നെ യോക്കിലോട്ടാണെങ്കിലും എംബ്രോയിഡേർഡ് ആയിട്ടുള്ള മെറ്റീരിയലും പിന്നെ ക്രോഷ്യ ലേസും അതുപോലെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് യോക്കിലോട്ട്. അതെല്ലാം നല്ല പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഹെം ലൈനിലോട്ടും ബോർഡർ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് അഡീഷണൽ ആണ്. സ്ലീവ്സ് അഡീഷണൽ ആയത് ഇതുപോലെ ആ സെയിം മെറ്റീരിയൽ തന്നെ വിത്ത് ബോർഡർ ആയിട്ടാണ് സ്ലീവ്സ് വന്നേക്കുന്നത്. ഇതുപോലെ അഡീഷണൽ മെറ്റീരിയൽ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. അടുത്ത് ഇതിൻ്റെ ദുപ്പട്ടയാണ്. ദുപ്പട്ട വന്നിരിക്കുന്നത് പ്യുവർ വിസ്കോസ് ഓർഗാൻസയിലാണ്. അതിലും എംബ്രോയ്ഡറി വന്നിട്ടുണ്ട്. ആ ഒരു സെയിം കളറിൽ രണ്ട് സൈഡിലും സ്കാലപ്പും എംബ്രോയ്ഡറിയും പിന്നെ ഇടയ്ക്കൂടെ എല്ലാം ചെറിയ മോട്ടീവ്സ് ആയിട്ട് എംബ്രോയ്ഡറി വന്നിട്ടുണ്ട്. ബോട്ടം വന്നിരിക്കുന്നത് ഇതിൻ്റെ ഷാൻഡൂണിലാണ്. ഇതാണ് ബോട്ടം പെയർ ചെയ്യുന്നത്. അടുത്തത് ഒരു യെല്ലോ ആൻഡ് ഒലീവ് ഗ്രീൻ കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ളതാണ്. ഓർഗാൻസ സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ്. വിസ്കോസ് ഓർഗാൻസ ഫ്ലോയി ആണ്, നമുക്കൊരു ഹൽദിക്കൊക്കെ ഉപയോഗിക്കാവുന്ന പോലത്തെ നല്ലൊരു കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. യോക്കിലോട്ട് പോട്ട്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അത് ഒലീവ് ഗ്രീൻ ഷെയ്ഡിലോട്ട് വരും. പിന്നെ ഫാബ്രിക് വിസ്കോസ് ഓർഗാൻസ വിത്ത് ഒരു ടിഷ്യൂ ത്രെഡ് വീവിങ്ങും കൂടെ പോയിട്ടുണ്ട്. അതുപോലെ ഒരു ഗോൾഡൻ, വളരെ ലൈറ്റായിട്ട് ഗോൾഡൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല, നന്നായിട്ടൊരു ഗ്ലേസ് ചെയ്ത് നിൽക്കുന്ന പോലെയായിട്ടേ ഫീൽ ചെയ്യുള്ളൂ. പിന്നെ അടുത്ത് ഇതിൻ്റെ ഹെം ലൈനിലോട്ട് കട്ട് വർക്ക് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അത് ആ ഒലീവ് ഗ്രീൻ ഷെയ്ഡിൽ ഫുൾ എംബ്രോയ്ഡറി കട്ട് വർക്കാണ് വന്നേക്കുന്നത്. അതിൽ ഒരു യെല്ലോ കളറിലുള്ള ത്രെഡ് ഇട്ടിട്ടുള്ള എംബ്രോയ്ഡറി. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് വരും. സ്ലീവ്സ് നമുക്ക് പ്ലെയിൻ ആയിട്ടായിരിക്കും വരിക. ദുപ്പട്ട ഇതിൻ്റെ വന്നേക്കുന്ന സെയിം ഫാബ്രിക്കിൽ കൊടുത്തിട്ട് ആ കട്ട് വർക്ക് വന്നേക്കാണ്. അതുപോലെ രണ്ട് സൈഡിലും കട്ട് വർക്ക് ചെയ്തെടുത്തിരിക്കുകയാണ്. നല്ല ഭംഗിയായിട്ടുണ്ട്. ബോട്ടം വന്നേക്കുന്നതും പ്യുവർ ഷാൻഡൂൺ ഫാബ്രിക്കിൽ. ഇതാണ് ലാസ്റ്റ് ഡിസൈൻ നമ്മളിന്ന് കാണുന്നതിൽ. ഇന്ന് കാണിച്ചതെല്ലാം ഫസ്റ്റ് വൺ നമ്മൾ കണ്ടത് ചന്തേരിയിലുള്ളതായിരുന്നു. പിന്നെ നമ്മൾ ഡിസൈനർ പാറ്റേൺസ് കണ്ടു. അതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.